ആ റോഡിലിട്ട് അടിച്ചത്. അത് എനിക്ക് ഒരുപാട് വിഷമം. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ പോലീസ് ഉപദ്രവിക്കുന്നത് ഒരുപാട്. അതുകൊണ്ട് പോലീസ് ഒരു സഹായവും, കരമന പോലീസ് തന്നെയാണ്. പശുവിന് കുത്തുള്ള ഒരു SI ആണ് വന്നിട്ട്, നിറച്ച് പശുവിന് കുത്തുണ്ട്, നല്ല ഹൈറ്റും ഉണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാന നഗരത്തിലെ കൈമനത്തിനടുത്തുള്ള കല്ലുമല എന്ന സ്ഥലത്താണ്. 1 ഏക്കർ 84 സെൻറ്റ് വസ്തു സ്വന്തമായി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥയാണ് ഞങ്ങളിന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇത്രയധികം ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്ന ഈ കുടുംബം എങ്ങനെയാണ് ഈ ദുരവസ്ഥയിൽ എത്തിയതെന്ന് ഗൃഹനാഥ സുധ പറയും. അമ്മ, എന്താണ് സംഭവിച്ചത്? ഈ വസ്തു വാങ്ങിയത് അച്ഛനാണ്. അച്ഛൻ്റെ പേര് പുന്നുസ്വാമി എന്നാണ്. KSRTCയിൽ ജോലി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയൊക്കെ തമിഴ്നാട്ടുകാരാണ്. അച്ഛനും ജോലി KSRTCയിൽ ജോലി കിട്ടിയപ്പോൾ അച്ഛൻ വന്നതാണ്. തമിഴ്നാട്ടിലെ ഒരു വീട് കെട്ടിടം വിറ്റതും അച്ഛൻ്റെ ജോലി പൈസയും കൂട്ടിയാണ് ഈ വസ്തു വാങ്ങിയത്. ഇപ്പോഴും അച്ഛൻ്റെ വസ്തു തമിഴ്നാട്ടിൽ ഉണ്ട്. കച്ചവടമായെങ്കിലും അവിടെ തമിഴ്നാട്ടിൽ സിനിമ പരയുടെ അടുത്ത് ഒരു നല്ല 2 നില കെട്ടിടവും റോഡ് സൈഡാണ്. അത് വിറ്റിട്ടാണ് അച്ഛൻ ഇവിടെ ജോലി കിട്ടിയ കാരണത്താൽ പാപ്പനം കൊണ്ടുപോയിട്ട് പോലും ഒന്നും ജോലിക്ക് കയറിയതും. ഇവിടെ വന്ന് കുറേ വസ്തു വാങ്ങിയിട്ട് ഒരു കുഞ്ഞു വീടാണ് ആദ്യം വെച്ചത്. പിന്നെ അച്ഛൻ കയ്യിലിരുന്ന പൈസ വെച്ചിട്ട് തന്നെയാണ് ഒരു വീട് വെച്ചത്. നല്ലൊരു വീട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പം എനിക്കുള്ള ഈ ബുദ്ധിമുട്ടും റീത്തമ്മ എൻ്റെ മേലിൽ കേസ് വെച്ചപ്പോഴത്തേക്കും മുതൽ ഈ വീട്ടിനെ ശ്രദ്ധിക്കാനോ, എനിക്ക് ഒരു മോൻ കിട്ടി വയ്യായികയുള്ള മോനെ കാരണം അവനെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന കാരണത്താൽ എനിക്ക് ഈ വീട്ടിൻ്റെ കാര്യമൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ ഉള്ള ബുദ്ധിമുട്ടും, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. 2 സഹോദരിയും 3 സഹോദരന്മാരാണ്. മൂത്ത ആളും മരിച്ചു പോയി. അറ്റാക്ക് വന്നിട്ടാണ്. ഈ 2 വർഷമായില്ല, 1.5 വർഷമായിട്ടായിട്ടുള്ളൂ. അച്ഛൻ എന്നാ മരിച്ചത്? അച്ഛൻ മരിച്ചത് 1977 അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം ഈ വസ്തുക്കൾ എങ്ങനെയാണ് ഇങ്ങനെ പലരുടെ കയ്യിലായിട്ട് എത്തിയത്? അത് അച്ഛൻ മരിക്കുമ്പോഴത്തേക്കും ഈ പ്രമാണം, ഇത്രയും വസ്തു അച്ഛൻ വാങ്ങിയെന്നും ഇത്രയും വാങ്ങി വെച്ച ഒരു പ്രമാണം ഇവിടെ ഉണ്ടെന്നും, ഏതൊരു കാര്യവും അമ്മയ്ക്കോ ഞങ്ങൾക്ക് സഹോദരങ്ങൾക്കോ എനിക്കോ ഒന്നും അറിയില്ലായിരുന്നു. അറിയാത്ത കാരണത്താലാണ് ഞങ്ങൾ ഈ വസ്തുക്കൾ ആൾക്കാർ കൈയേറുന്നെന്ന് പോലും അറിയാത്തത്. ഓരോരുത്തരും ഓരോ പാട്ടിൽ അവർക്കുള്ളതെന്നും പറഞ്ഞ് ഓരോ ഫ്ലോട്ടുകൾ വെച്ച് അവരങ്ങ് വീടുകൾ വെച്ച് താമസിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ വീട് വെച്ചപ്പോൾ ഞാൻ തടഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ പകുതി ഭാഗം അവരെടുത്ത് വീട് വെക്കുകയാണെന്ന് ഞാൻ തടഞ്ഞപ്പോഴത്തേക്കും അത് അവർ കൂട്ടാക്കില്ല. എത്ര ബലമായിട്ട് എന്ത് പറഞ്ഞാലും കൂട്ടാക്കാത്ത ആൾക്കാരാണ് റീത്തമ്മയും ചൂടും. അവർ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആരും എന്ത് പറഞ്ഞാലും ഒന്നും അനുസരിക്കത്തില്ല. അവർ പണസ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ആൾസ്വാധീനവും എല്ലാം വെച്ചിട്ട് അവർ എന്ത് പ്രവർത്തിച്ചാലും അവരെന്ത് കാണിച്ചാലും കൈയടിച്ച് പാസ്സാക്കണ പാർട്ടിക്കാരും രാഷ്ട്രീയക്കാരും അയൽവാസികളും ആൾക്കാരുമാണ് ഉള്ളത്. നിങ്ങൾ കോടതിയെ സമീപിച്ചിരുന്നു? അതെ, കോടതി സമീപിച്ചു. അവർ 2014 എൻ്റെ പേരിൽ കേസ് വെച്ചു. റീത്തമ്മ ജൂഡ് അവരുടെ വസ്തു എൻ്റെ കിടക്കണമെന്ന് പറഞ്ഞാണ് വെച്ചിട്ട് അവർ വെച്ച 1.35 എന്ന് വരച്ചിട്ട് ഈ പ്രദേശം മൊത്തം അവർക്കുള്ളതാണെന്നും പറഞ്ഞ് അളന്നൊരു അളവും കൊണ്ടുവച്ചു. പക്ഷെ കോടതി അത് തിരഞ്ഞെടുത്ത് നോക്കിയപ്പം എൻ്റെ അച്ഛൻ എന്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വസ്തു അവർ കയ്യേറി തുടങ്ങിയപ്പം വഴി പകുതിയാക്കി മതിൽ കെട്ടിയപ്പോൾ ഞാൻ എതിർത്തപ്പോൾ ഞാൻ മോഹൻദാസ് എന്നാണ് സാറിൻ്റെ കയ്യിൽ അഡ്വക്കേറ്റ് മോഹൻദാസ് ഇവർ വെച്ച കേസ് ഞാൻ മോഹൻദാസ് സാറിൻ്റെ കയ്യിലാണ്. ഇവർ 1 വർഷം മീഡിയേഷനിൽ 14 നിന്ന് 1 വർഷം അവർ മീഡിയേഷനിൽ ഹാജരാകാത്ത കാരണത്താൽ 1141 കേസിൻ്റെ നമ്പർ.
2015 ഇങ്ങനെ ആണ് വർഷം. 2015 ഇവർ എൻ്റെ ഈ കേസിനെ മോഹൻദാസ് സാറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. സാറ് ഇത് മീഡിയേഷനിൽ എടുത്തിട്ട് കൊണ്ടുവച്ചാൽ സുരേഷ് സാറാണ് മീഡിയേഷനിൽ. ഇവർ വരാത്തോണ്ട് സുരേഷ് സാർ പറഞ്ഞു, മക്കളെ നീ എന്നെ ജയിക്കും, മക്കൾക്ക് ഞാൻ അനുഗ്രഹം തന്നു വിടയാണ് എന്നാ. കോടതി വിധി എന്തായിരുന്നു? കോടതി വിധി എന്ന് വെച്ചിട്ട് കോടതിയിൽ അച്ഛൻ വാങ്ങിയ പ്രമാണം കണ്ട പ്രകാരം അച്ഛൻ വാങ്ങിയ വസ്തുവാണ്. അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പൊന്നിസ്വാമി വാങ്ങിയ വില ആധാരം എന്ന് എഴുതി വെച്ച പേപ്പർ വരെ സാറ് എഴുതി, മോഹൻദാസ് സാറ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് പൊന്നുസ്വാമിയുടെ വില ആധാരം. എനിക്ക് 22.5 സെൻറ്റും അതിനകത്തുള്ള എല്ലാ കെട്ടിടങ്ങളൊന്നാണ് വിധിയായി. കോടതി നിങ്ങൾക്ക്, അതായത് 22 സെന്റ് സ്ഥലവും ഇതിന് ആ 22 വസ്തുവിൽ കെട്ടിടങ്ങളും നിങ്ങൾക്ക് തന്നതായിട്ട് കോടതി വിധിച്ചു. എന്നിട്ട് ഇപ്പം വിധി നടപ്പിലാക്കിയോ? വിധി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വക്കീൽമാരെയും, മോഹൻദാസ് സാറും വിധി നടപ്പിലാക്കുന്നതിന് പകരം ഒരു ദിവസം മോഹൻദാസ് സാറിനെ കാണാം, എന്തായി എന്ന് കേൾക്കാം. 5 വർഷം തികഞ്ഞതിന് ശേഷമാണ് ഞാൻ മോഹൻദാസ് സാറിൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ സാറ് എൻ്റെ വക്കീൽ ചോദിക്കുകയാണ്, ഈ സാറ് വിട്ട അഡ്വക്കേറ്റ് ചോദിക്കുകയാണ്, ഈ അമ്മയ്ക്ക് ഈ വസ്തു നഷ്ടപ്പെട്ടത് നമുക്ക് വാങ്ങി കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് മോഹൻദാസ് സാറ് എന്നെ പറയണം, അവർക്ക് ഒന്നും അറിഞ്ഞൂടെ വസ്തുവിനെ പറ്റി, പിന്നെ തിരിച്ച് അവർക്കൊക്കെ തന്നെ എഴുതി കൊടുക്കുക. എങ്ങനെ പറയണത് കേട്ട് പിറ്റേ ദിവസം ഞാൻ പോയി മോഹൻദാസ് സാറിൻ്റെ നിന്ന് കെട്ടു മേടിച്ചു. നസീർ എന്ന് സാറിൻ്റെ കയ്യിലാണ് കൊടുത്തത്. തിരിച്ചു വാങ്ങി നസീർ എന്ന് പറഞ്ഞൊരു സാറിൻ്റെ കയ്യിലാണ് കൊടുത്തത്. ആ സാറ് വരുമ്പോഴും വീട് ഇങ്ങനെയാണ് കിടക്കുന്നത്. ആ സാറ് ഭാര്യയും 5 വയസ്സായ ഒരു മോനും കൂടെ ഇവിടെ വന്ന് കാറിൽ വന്ന് നോക്കിയിട്ട് സങ്കടപ്പെട്ട്, സാറ് ഇതുപോലെ ഈ വീട് കണ്ടതുപോലെ എൻ്റെ ഹസ്ബൻഡിനെയും കൊച്ചിനെയും എൻ്റെ അവസ്ഥ എല്ലാം എഴുതി അതുപോലെ കൊണ്ടുവന്ന് ഫയൽ ചെയ്ത് കോർട്ടിൽ കയറി വാദിച്ചു. എനിക്ക് ആ സാറാണ് എനിക്ക് ഈ 19 ഓർഡർ വാങ്ങി തന്നത്. 19 ഓർഡർ എന്തായിരുന്നു? വിധി അവർക്ക് വസ്തു ഇല്ല, ഇത് എനിക്കുള്ള 22 സെന്റ് സ്ഥലവും വസ്തു ഈ വീടും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങൾ നിങ്ങളുടേതാണെന്ന് പറഞ്ഞാണ് രണ്ടാമതും കോടതി വിധി വന്നത്. അതെ. ആ കോടതി വിധി നടപ്പിലാക്കിയില്ല. പിന്നെ ഇപ്പോൾ എന്താണ് കേസിന്റെ അവസ്ഥ? ഇപ്പോൾ കേസിന്റെ അവസ്ഥ സാഫി എന്ന അഡ്വക്കേറ്റ് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അഡ്വക്കേറ്റ് നസീറിന്റെ എന്തിനാണ് വക്കാലത്ത് തിരികെ? അത് ഞാൻ വാങ്ങാൻ കാരണം നസീർ സാറിന്റെ അടുത്ത് ഞാൻ ഇത് നടപ്പാക്കാൻ പറയുന്നതിന് ഇപി ഫയൽ ചെയ്യാൻ പറഞ്ഞു. ഇപി ഫയൽ ചെയ്ത് നടപ്പാക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നസീർ സാറ് ഇനി അതിനു മുന്നേ ഇവരെല്ലാവരും പോയി എതിർ കക്ഷി വീട്ടിൽ പോയി കണ്ടിട്ട് 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞു. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? ഞാൻ അറിഞ്ഞെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞാൻ സാറിനെ വിളിച്ചു. അന്ന് കൊറോണ സമയമാണ്. അപ്പോൾ സാറ് എന്താണ്, എനിക്ക് എന്ന് സാറിനെ കാണാൻ പറ്റും, ഇതിനെപ്പറ്റി CP ഫയൽ ചെയ്യാൻ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പം സാറ് ഫോൺ പുള്ളി ഇത്തിരി കഴിക്കുന്ന ആളാണ്. ഫോൺ ഓണാക്കി വെച്ചിട്ട് എൻ്റെ ഫോൺ ഓണാണെന്ന് പുള്ളി അറിഞ്ഞില്ല. അപ്പോൾ എന്നെ വൈഫ് വന്ന് പറയണം, പാവം ആ സ്ത്രീയെ വഞ്ചിക്കല്ലേ, നമ്മൾ പോയി കണ്ടല്ലേ, പിന്നെ അതുകൊണ്ട് ഒരു കൊച്ചു മോനുണ്ട്, നമുക്ക് 5 വയസ്സായ, അവരെ നമുക്ക് കരുതണം, ആ ചേച്ചിയെ ചതിക്കല്ലേ എന്ന് ഭാര്യ പറഞ്ഞപ്പം ഭാര്യ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ട് നല്ലൊരു ഭാഷ ഭാര്യ എടുത്ത് പറഞ്ഞു. എന്നെ കരുതി അത് ശരിക്കും വഴക്ക് കേട്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് സജി, ബാബു, ജൂഡെന്ന് പറഞ്ഞവനും 3-4 പാർട്ടിക്കാരും കൂടെ അവിടെ ചെന്നിട്ട് അവർ 2 ലക്ഷം രൂപ വാഗ്ദാനം പറയണം ഞാൻ കേട്ടു. ഫോണിൽ കൂടെ കേട്ടതാണ്. അങ്ങനെയാണ് വക്കാലത്ത് തിരികെ വാങ്ങിയിട്ട് ഈ പറയുന്ന പിറ്റേ ദിവസം പോയി വക്കാലത്ത് ചെന്നെന്ന് വെച്ചാൽ ഒരാളിൻ്റെ കക്ഷിയോടെ ചേർന്ന് പൈസ വാഗ്ദാനം പറഞ്ഞ് അവർ അവർ ഒരിക്കലും എനിക്ക് പിന്നെ ചെയ്യൂല. അതിനുശേഷം ഇപ്പോൾ ഏത് വക്കീലിൻ്റെ കേസിരിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നെയ്യാറ്റിൻകര വിജിനിന്നൊരു അഡ്വക്കേറ്റിൻ്റെ കൊടുത്ത്. വിജിനി അഡ്വക്കേറ്റ് എന്തൊരു ചെയ്യുന്നു വെച്ചാൽ ഇതുപോലെ ഞാൻ അറിയാതെ അന്നിവിടെ ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു പറഞ്ഞ് ഈ അങ്കമാടി വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെ അങ്കമാടിയായിരുന്നു മുമ്പ് 126-ാമത്തെ അങ്കമാടി. അതിന് ഞാൻ തിരുവനന്തപുരം സെക്രട്ടറിക്ക് പേപ്പർ അയച്ച് നേരിട്ട് പോയി പേപ്പർ കൊടുത്തിട്ട് എന്നെ പൊളിച്ച് മാറ്റാൻ പറഞ്ഞു. പൊളിച്ച് മാറ്റാൻ ആൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ഉള്ള എല്ലാവരും പൈസ കൊടുത്തു. 4 പേരാണ് വന്നേ. പൊളിച്ച് മാറ്റാൻ വന്നെന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പഴയതായിട്ട് അങ്കമാടി ഇതാണെന്നും പറഞ്ഞ് പൊളിച്ചു മാറ്റാൻ വന്നു. പരാതി കൊടുത്തത് ഞാനാണെന്ന് അവർക്കറിയില്ല. ഞാൻ പറഞ്ഞു ഇതല്ല. പരാതി കൊടുത്തു? അതിനുശേഷം ഞാൻ എല്ലായിടത്തും കൊടുത്തു. കമ്മീഷൻ ഓഫീസിൽ കൊടുത്തു, പിന്നെ
കളക്ടർക്ക് കൊടുത്തു, മുഖ്യമന്ത്രിക്ക് 4 പ്രാവശ്യം കൊടുത്തു, പിന്നെ ഇവിടെ കോർപ്പറേഷനിൽ കൊടുത്തു, താലൂക്കിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു. ഓരോ വർഷവും മാറി മാറി എല്ലായിടത്തും. ഇപ്പോൾ ഈ വസ്തുവിന്, അതായത് 22 സെൻറ്റ് നിങ്ങൾക്ക് വിട്ടു തന്ന 22 സെൻറ്റ് വസ്തുവിന് കരം അടയ്ക്കുന്നുണ്ടോ? ഞാൻ 22-ന് കരം അടയ്ക്കുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കളക്ടറെ കണ്ടത്. കളക്ടർ എന്താ പറഞ്ഞത്? 22 സെൻറ്റിൻ്റെ പ്രമാണം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പ്രമാണം കൊടുത്തിട്ട് കരോടച്ചോളം. അസൽ പ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ടോ? എൻ്റെ ഉണ്ട്, അസൽ പ്രമാണം എൻ്റെ ഉണ്ട്. അച്ഛൻ വാങ്ങിയ പ്രമാണം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എന്താണ് നിലവിൽ, ഇപ്പോൾ എന്താണ് കേസിൻ്റെ ഇതിൻ്റെ അവസ്ഥ? നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും പ്രായമായി, സുഖമില്ലാത്തൊരു മകനുണ്ട്, സുഖമില്ലാത്ത ഭർത്താവുണ്ട്. എന്താണ് അമ്മയ്ക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത്, ഇത്രയും അവസ്ഥയായി, ഇനി എൻ്റെ മോന് കിടക്കാൻ ഒരു നല്ല വീട് വയ്ക്കണം. അതാണ് എനിക്ക് അത്യാവശ്യം. ജീവിക്കാൻ എന്തെങ്കിലും പറ്റണം. ഒരു വീട് വെച്ച് സുഖമായിട്ട് ആരെയും ശല്യമില്ലാതെ ഒന്ന് ജീവിക്കണം. പിന്നെ ഇന്നലെ ഞങ്ങളിവിടെ വന്നപ്പോൾ അറിഞ്ഞത്, ഇന്ന് ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത്, ഇന്നലെയോ മെനഞ്ഞാന്നോ ഇവിടെ നിങ്ങളുടെ തൊട്ടയൽവക്കത്തുള്ള ഒരു ടെലികോമിലെന്തോ ജോലിയുള്ള ഒരാൾ വന്ന് നിങ്ങളുടെ പുരയിടത്തിൽ അതിക്രമിച്ചു കയറി തേങ്ങ അടത്തിക്കൊണ്ട് പോയെന്നാണ്. എന്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അവൻ നേരെ അതിൻ്റെ മുകളിൽ, അവന് ഡെഡ് നിലയുണ്ട്, അതിൻ്റെ മുകളിൽ നിന്നും കൊണ്ടാണ്. ആളാരാണ്? വിജയൻകുട്ടി എന്നാണ് അവൻ്റെ പേര്. പക്ഷേ ഇത് ചെയ്യിച്ചത് വെട്ടുകാരനെ കൊണ്ട് റീത്താമ്മ ജൂഡും സജി എന്നാണ് എൻ്റെ വീട്ടു പേര്. അവരും ചേർന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. നീ കയറി അതിൽ അടത്തിട്ട് വേണം, ഒന്നും ചെയ്യാൻ പറ്റില്ല, അവളും ഒന്നും ചെയ്യത്തില്ല. നീ കയറി ചെന്ന് ആ തെങ്ങിൽ കയറി തേങ്ങയും വെട്ടിക്കൊണ്ട് ഇഞ്ഞ് പോരെ എന്ന് പറഞ്ഞിട്ട് തേങ്ങ വെട്ടിയത് ശ്യാമള, വിജയൻകുട്ടി, അവൻ്റെ മോനും വിഷ്ണു, പിന്നെ സജി എന്ന് വിളിപ്പേരുള്ള ജൂഡ്, സജീര ഭാര്യ ഷീലയാണ് ഈ തേങ്ങയെല്ലാം പറക്കാനായിട്ട് വന്നത്. ഞാൻ അങ്ങോട്ട് പോയില്ല. വല്ലതും പറഞ്ഞ് പ്രശ്നമാക്കണ്ട, ഞാൻ അങ്ങോട്ട് എത്താനേ പോയില്ല. ഇവിടെ നിന്ന് നോക്കി ഷീല വന്ന് എന്നെ നോക്കി ഒരുമാതിരി പരിഹസിച്ച് ഇത് എടുത്തിട്ട് അങ്ങ് പോയി. അവർ രണ്ടുപേരും കൂടെയാണ് പങ്കിട്ട തേങ്ങയിലെടുത്ത് നിന്ന്. അതിന് മുമ്പായിട്ട് നിങ്ങളിവിടെ സുഖമില്ലാതെ അടുത്ത നിങ്ങളുടെ പുരയിടത്തിൽ തന്നെയുള്ള ഒരു ഷെഡിൽ താമസിക്കുകയും അവർ പോലീസിനെ വിളിക്കുകയും പോലീസ് വന്ന് അവരോടൊപ്പം നിൽക്കുകയും നിങ്ങളെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം അറിഞ്ഞു? അതെ, അത് എന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പം പൊടി അടിക്കാൻ പാടില്ല, അവിടെയെല്ലാം പൊടിയല്ലേ. അപ്പം അതിനകത്തോട്ട് കയറി താമസിക്കാമെന്നും പറഞ്ഞ് കയറി താമസിക്കാൻ കയറി. ഒരു ദിവസമൊന്നും താമസിച്ചില്ല. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ വിഷ്ണു, പിന്നെ ശ്യാമള, വിജയൻകുട്ടി, പിന്നെ ബാബുവിൻ്റെ ഭാര്യ, ബാബുവിൻ്റെ മോൻ, അവൻ അപ്പു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ശരത്ത് എന്നൊന്നാണ് ആ പേരെനിക്ക് ശരിക്കും അറിയില്ല, എഴുത്തുകുത്ത് പേര്. പിന്നെ ഇവർ ഷീല, ജൂഡ്, സജി എന്ന് വിളിപ്പേരുള്ള ജൂഡ്, ഷീല, പിന്നെ ഷീലയുടെ മോൻ, എല്ലാവരും ചേർന്ന് ഞങ്ങളെ ശരിക്കും ആക്രമിച്ച് അടിച്ചു. എൻ്റെ മോനെ അടിച്ചു. മോൻ്റെ ബനിയനൊക്കെ കീറി, അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നെ അടിച്ചിട്ട് എൻ്റെ നൈറ്റി എല്ലാം കീറി. പിന്നെ എൻ്റെ അനിയൻ്റെ സഹോദരനെ അടിച്ചു, പിന്നെ ഹസ്ബൻഡിനെ അടിച്ചു. എല്ലാവരും ഡ്രസ്സും കീറി. പക്ഷേ ഇവരുടെ അടി സഹായിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കതക് ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ലോക്ക് ചെയ്ത് നിന്നപ്പം പോലീസ് വന്നിട്ട്, എടേ പോലീസാണെടേ ഇങ്ങോട്ട് തുറക്കടേ എന്നും പറഞ്ഞു. പോലീസ് ഒന്ന് ചവിട്ടി തുറന്നിട്ട് ഞങ്ങൾ ലൈറ്റ് ഇട്ട് ഫാൻ ഇട്ടിരുന്നാണ് പോലീസ് തന്നെ അത് മെയിനിങ് ഞങ്ങൾ ഓഫാക്കി ഞങ്ങൾ നിറച്ച് അടിക്കുകയും ചെയ്തു. കരമനയിൽ നിന്ന് ഉള്ള പോലീസ് അടിച്ചു. വനിതാ പോലീസ് ഞങ്ങളെ അടിച്ച് വെളിയിലിറക്കി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2 വനിതാ പോലീസിനെ വിളിച്ചു. അവരങ്ങനെ വന്നു. വരുമ്പോഴത്തേക്കും ഞാൻ വനിതാ പോലീസിൻ്റെ അടുത്ത് എല്ലാം കാണിച്ചു. ഓർഡർ കാണിച്ചു, വിധി കാണിച്ചു, ബദല് കെട്ടുന്ന ഓർഡർ കാണിച്ചു, എൻ്റെ അച്ഛൻ്റെ പ്രമാണം കാണിച്ചു, എൻ്റെ പ്രമാണം കാണിച്ചു. ഇതൊന്നും അവർക്ക് കണ്ടതായി നടിച്ചുമില്ല, അവരൊന്നും ചെയ്തിട്ടുമില്ല. ഇവിടുത്തെ കൗൺസിലർ ആരാണ്? ആശാനാഥാണ്. ആശാനാഥൻ്റെ അടുത്ത് അവരൊക്കെ എന്താണ് നിലപാട്? നിങ്ങൾ അവരോട് പരാതിപ്പെട്ടിരുന്നു? ഞാൻ പരാതിപ്പെട്ടുമായിരുന്നു. ഇത് പൊളിച്ചു മാറ്റാൻ വന്നപ്പം മുതൽ ഞാൻ അവളെ അടുത്ത് പോയി പരാതിപ്പെട്ടു. മോളെ എന്നാണ് വിളിക്കുന്നത്, എൻ്റെ സഹോദരി പോലെ ഉള്ള ഒരു കുട്ടിയുടെ മോളാണ്. അപ്പം എൻ്റെ മോളെ പ്രായം വരുന്ന മോളാന്നാണ് വിളിച്ചത്.
എന്നിട്ട് ഞാൻ ഇവിടെ 55 വാർഡിലെ ഞാൻ ആശാ വർക്കറായിട്ട് 20 കൊല്ലം വർക്ക് ചെയ്തതാണ്. ആ പരിചയത്തിൽ ഞാൻ ഇവക്ക് വോട്ട് പിടിക്കാനായിട്ട് കൂടെ ഇറങ്ങി. അങ്ങനെ 1012 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ അവൾ വിജയിച്ചതാണ്. അപ്പോൾ ഈ കൗൺസിലറോട് പരാതിപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? കൗൺസിലർ പറഞ്ഞതെന്ന് വെച്ചിട്ട്, ഇത് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ മമ്മി, എനിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞൂടാ. മമ്മി ഒരു കാര്യം ചെയ്യ്, പോലീസിനെ വിളിച്ചോ, എന്ത് ഇവർ കാണിച്ചാലും ഒന്നും. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ പോലും നിങ്ങളെ സഹായിക്കാനില്ല? ആരുമേ ഇല്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ നടക്കുമ്പം ഇവിടെ മെയിനായിട്ടുള്ളത് കൊച്ചി പ്രഭാകരൻ്റെ അടുത്ത് പോയി. ആ പുള്ളി എന്നെ സഹായിച്ചില്ല. ഇവിടെ എല്ലാ പാർട്ടിക്കാരുടെ അടുത്തും ഞാൻ പോയി, ഒരുത്തരും എന്നെ സഹായിക്കാൻ തയ്യാറാക്കിയില്ല. ഇവൻ പോയി പറഞ്ഞു, ഞങ്ങൾ സഹോദരങ്ങളെ ഞങ്ങൾ രണ്ടുപേരും ആയിക്കോളാം, നിങ്ങളാരും ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യരും വന്ന് ഇടപെടത്തുമില്ല. ഇവിടെ എണ്ണാറുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാവരും പോയാലും ഒരുത്തരും ഇടപെടാൻ. ഭയമുണ്ടോ ഇവിടെ ഇങ്ങനെ കിടക്കാൻ? എനിക്ക് ഭയമുണ്ട്. പിന്നെ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത കാരണത്തിൽ ഒരു ബലവും ഉണ്ട്. തെറ്റ് ചെയ്തെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റിപ്പോയാലും മോനെ ഇനി ആരും. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇവരെ ആക്രമിക്കാൻ വന്നാലും ഞാനൊന്നും മിണ്ടാത്ത. എൻ്റെ പിള്ളേക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് പോലും എൻ്റെ പിള്ളേ നോക്കിയാൽ ശരിയാകത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒക്കെ ഞാൻ ഇതാ വിചാരിച്ചേ, 2 വർഷമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായേ. അപ്പീലിൻ്റെ ഓർഡർ 21 ഞാൻ വാങ്ങി ഇവിടെ കൊണ്ട് വെച്ച് ഒരാഴ്ച ആവുന്നതിന് മുമ്പ് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായി. ഈ അപ്പീലിൻ്റെ ഓർഡർ വരെ ഞാൻ വാങ്ങി വിജയിച്ചത് എല്ലാം വെച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ബിന്ദു എന്ന വക്കീലിൻ്റെ കയ്യിലാണ് ഇരുന്ന് അന്ന് കെട്ട്. അത് എനിക്ക് ബിന്ദു വക്കീൽ ജഡ്ജി സാറാണ് എനിക്ക് വെച്ച് തന്നെ, അപ്പീലിലുള്ള ജഡ്ജി സാറാണ് വെച്ച് തന്നെ. ഇത് വിധിയെല്ലാം വാങ്ങാൻ കാരണം ഞാൻ 2 ജഡ്ജിയെ നേരിട്ട് കയറി കണ്ടു. വക്കീൽ കളിക്കാൻ തുടങ്ങിയപ്പം കോടതിയിലെ ജഡ്ജി ഞാൻ നേരിട്ട് ചേംബറിൽ കയറി പറഞ്ഞു, എൻ്റെ അച്ഛൻ വാങ്ങിയ വസ്തുവാണ്, ഇതാർക്കും എഴുതി കൊടുക്കാൻ വയ്ക്കൽ, ആർക്കും വിധി കൊടുക്കൽ, എൻ്റെ അച്ഛൻ്റെ വസ്തുവാണെന്ന് ഞാൻ കയറി പറഞ്ഞു. ആ കാരണത്താൽ എൻ്റെ എല്ലാ 2 അപ്പീലിൻ്റെ ജഡ്ജിയും കോടതിയിലെ ജഡ്ജിയും എന്നെ കൈവിട്ടില്ല. ജഡ്ജിയാണ് എനിക്ക് ഓർഡർ തന്നത്. ഒരു അഡ്വക്കറ്റ് പോലും എനിക്ക് വേണ്ടി ചെയ്തതല്ല, ജഡ്ജി നേരിട്ട് തന്നാണ്. ഞാനും ജഡ്ജിയായിട്ട് സംസാരിച്ചാണ് ഓർഡർ വാങ്ങിയത്. ഈ വസ്തുക്കളെല്ലാം കൈയേറാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നെ മാനസിക രോഗിയാക്കി മാറ്റാനും അങ്ങനെ ആ മുദ്ര കുത്തി എന്നെ വസ്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി കാണിക്കുന്നതും, എൻ്റെ മോനും വയ്യാത്ത കാരണത്താൽ ആ അസുഖം എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാവരും. ഈ ആൾക്കാർ മാത്രമല്ല, എൻ്റെ ബിന്ദു എന്ന് പറയുന്ന അഡ്വക്കറ്റ് മൊത്തം ഇത് തന്നെയാണ്. അഡ്വക്കറ്റുമാരും സ്വയം അവർ നിയന്ത്രിച്ച് പറയുന്നത്. എന്നെ മാനസിക രോഗിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുകയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വീടിന് പടക്കെറിഞ്ഞ് കറണ്ട് എല്ലാം പോയെന്ന് പറയുന്നത്. അതെ, കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം ഇവിടെ വന്ന് പടക്കെറിഞ്ഞ് മുക്കും മടക്കം വെച്ച് ഭയങ്കരമായിട്ട് എല്ലാവരും ഒന്നിച്ച് വീട്ടിൻ്റെ നടയിൽ വന്ന് പടക്ക വെച്ച കാരണം എൻ്റെ മോൻ 6 മാസം വരെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി ചികിത്സയിലാക്കേണ്ടി വന്നു. ഈ വർഷം അവർ വീട്ടിനകത്ത് തന്നെ പടക്കെറിഞ്ഞ് ലൈൻ കത്തി, എല്ലാ സ്വിച്ച് ബോർഡും കത്തിപ്പോയി. ഇപ്പം വീട്ടിൽ കറണ്ട് ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു വകയ്ക്കും പറ്റാതെ, രാത്രിയായാലും പകലായാലും വെട്ടമില്ല. രാത്രിയായാൽ മുറ്റമില്ല, ഇരുട്ടാ, ഒരു ബൾബ് മാറ്റിയിടാൻ പറ്റത്തില്ല. മീറ്ററിൽ നിന്ന് നേരിട്ട് ഒരു ബൾബ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ബൾബ് ബാത്റൂമിൽ മാത്രം ഇട്ടും കിച്ചണിലും കിട്ടും. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഞങ്ങളെ ഉപദ്രവിച്ച് വീട് കയറിയാണ് ആക്രമണം. ജൂഡ് ഒരു ദിവസം വീട്ടിനകത്ത് ഇവിടെ വന്ന് കല്ലെറിഞ്ഞ ഞങ്ങളെ ഈ ഷീറ്റിൽ പട്ടാപ്പകലെ വന്ന് വീട്ടുകയറി ആക്രമിച്ച് കല്ലെറിഞ്ഞു. കരിങ്കല്ലെടുത്താണ് ഈ കലക്കൂരയിലെറിഞ്ഞത്. അതുപോലെ വീട്ടുനടയിൽ മുറ്റത്തിരുന്ന സൈക്കിളിനെ അടിച്ച് പൊട്ടിച്ച് അടി ഉണ്ടാക്കി ഞങ്ങളെ മെയിനായിട്ട് ഒരു പോലീസ് കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മാക്സിമം വീട് കയറി വരെ ആക്രമിച്ചു. ഞങ്ങൾ എന്നിട്ട് ഒന്നും മിണ്ടിയില്ല. കാരണം വയ്യ, എനിക്ക് വയ്യ, ഹസ്ബൻഡിന് വയ്യ, പിള്ളേക്ക് വയ്യ.
ഒരു അനിയൻ വേല ചെയ്തുകൊണ്ട് വരണ എൻ്റെ അനിയന് അവനെ എനിക്ക് വേല ചെയ്ത് തരാതിരിക്കാനാണ് ആക്രമണം ചെയ്തത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് അങ്ങനെ കാണിച്ചത്. ജീവിക്കാൻ ഭയമുണ്ടോ? അവർ വാട്ടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടുന്ന് വാട്ടിക്കുമെന്നും പറഞ്ഞ് നിങ്ങളെ ഓടിക്കുന്നോ? ഇവിടെ നീ ബസ് തരാൻ മാറ്റുള്ള ഗ്യാസ് നമ്മളെ ഓരോ വക്കീൽ ചോദിക്കുമ്പോൾ പറയണം മറുപടി. അവരെന്തിനും ഇങ്ങനെ ഗ്യാസിൽ വിളിക്കുന്ന. ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുമെന്ന് ഭയമുണ്ടോ? ഭയമുണ്ട്. ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇവിടെ നടന്നിട്ടുണ്ട്. നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? മനുഷ്യത്വം പറ്റാത്തവർ ഇപ്പോഴും മനുഷ്യർക്കിടയിലുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഷീല എന്ന ചേച്ചി. യാദൃച്ഛികമായി ഇവരെ കോടതിയിൽ വെച്ച് കാണുന്നു, ഇവരുടെ ദുരിതസ്ഥിതി അറിയുന്നു. അതിനുശേഷം ഇവരെ സഹായിക്കാനായി കിലോമീറ്ററുകൾ അപ്പുറമുള്ള വീട്ടിൽ നിന്ന് ഇവരെന്നും ഈ വീട്ടിൽ വരികയാണ്. നമുക്ക് അവരോടും ചോദിക്കാം എന്താണെന്ന്. ഞാൻ പിന്നെ ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഒരു വക്കീലിനെ ഏർപ്പാടാക്കി തരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുത്തു. അങ്ങനെ ആ വക്കീലും അവസാനം ഇവരെല്ലാവരും കൂടി ചെന്ന് കണ്ട് ആ വക്കീലും കൈവഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഒരു നിവർത്തിയില്ല. ഇവരുടെ അവസ്ഥ അത്രമാത്രം ദയനീയമാണ്. കൃഷിക്കാരെ കാട്ടി അപ്പുറമായിട്ടാണ് ജീവിക്കുന്നത്. അത് കണ്ടുകൊണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് 10 പേരെ അറിയിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രസ് ക്ലബ്ബിൽ പോയത്. പ്രസ് ക്ലബ്ബിൽ അവിടെ മീറ്റിംഗ് നടത്തിയായിരുന്നു, പത്രസമ്മേളനം നടത്തിയായിരുന്നു. നടത്തിയിരുന്നു. അല്ല ഇവരെല്ലാ കാര്യവും എല്ലാം പറഞ്ഞ് അങ്ങനെയാണ് ഇതിന് ഇറങ്ങിയത് തന്നെ. അപ്പോഴും ഇവിടെ വന്നപ്പോൾ ഈ ഒറിജിനൽ പ്രമാണവും എല്ലാം കണ്ടപ്പോൾ ഇങ്ങനെയും ഗതികെട്ടുള്ള ജീവിതവും കണ്ടപ്പോൾ സഹിക്കാൻ വയ്യ സാറേ. അത്രമാത്രം വല്ലാത്തൊരു മാനസികാവസ്ഥയായിപ്പോയി. എനിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരവസ്ഥ കണ്ടിട്ട് മോൻ്റെ കാര്യവും ഈ കുടുംബത്തിൻ്റെ കൂടെ ചെയ്യണ ഈ ചുറ്റാകെയുള്ള ഈ ദ്രോഹങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഡെയിലി വരുമ്പോൾ വീട്ടിൽ ചേച്ചിയുടെ മക്കളും ഹസ്ബൻഡും ഒന്നും പറയാറില്ല? ആരും ഒന്നും പറയില്ല. ഇല്ല. ഇനി ഇവരെന്തെങ്കിലും ആരെങ്കിലും അപായപ്പെടുത്തുമെന്നെങ്ങനെ ഭയമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് ഭയമുണ്ട്, ഒരുപാട് ഭയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് 10 പേരെ അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ അങ്ങ് പോയി ഇങ്ങനെ ഇറങ്ങിയത് തന്നെ. നമുക്ക് പെൻഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, ഒരു ആനുകൂല്യവും ഇല്ല. അപേക്ഷിച്ചു. പിന്നെ ആശയുടെ ഒന്നും പോയി പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഒന്നും ചെയ്തു തരാത്ത കാരണത്താൽ കൗൺസിലർ കൈവിട്ട ഫലം പോലെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് പോയി അവിടെ പോയി എഴുതിയൊക്കെ കൊടുത്തിട്ടും ഇവിടെ വന്ന് ചുറ്റും അന്വേഷിച്ചപ്പം ഞാൻ ഇങ്ങനെ ഒരു വ്യക്തി ഇവിടെ ഇല്ല, ഇങ്ങനെ ഒരു കുട്ടിയില്ല എന്നും പറഞ്ഞു വരുന്നവരെല്ലാവരും പറഞ്ഞ് വിലക്ക് വിടണത് ജൂഡിൻ്റെ ആൾക്കാർ തന്നെ അവിടെ വഴിയിൽ നിന്ന് ഇവരെല്ലാവരും ഒരു ദിവസം രാവിലെ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു വ്യക്തികൾ ഇവിടെ താമസമില്ല എന്നും പറഞ്ഞ് വിലക്ക് വിടുന്നതും ഞാൻ കണ്ട. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കുട്ടിയാണ് വന്നത്. അന്ന് ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് കുട്ടി കൊണ്ടുവന്ന് എൻ്റെ തന്നു. അതിനെ ഞാൻ കൊണ്ട് തിരിച്ച് ആശേരെ കൊടുക്കുക, അല്ല എൻ്റെ തരാമെന്ന് വേണ്ട, ഞാൻ ആശേരെ കൊടുക്കാമെന്ന് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ എന്ത് വിവരമൊന്നും എനിക്കറിയില്ല. ഉപജീവനം നടക്കണമെന്ന് എൻ്റെ അനിയൻ വേല ചെയ്തുകൊണ്ട് തരണം. അവൻ കൂലി വേലയ്ക്ക് പോവും. അവന് പണിയുണ്ടെങ്കിൽ എന്തെങ്കിലും കൊണ്ടുതരും. അത് വെച്ചിട്ടാണ് ജീവിച്ചു പോകുന്നത്. എൻ്റെ മോനും ഒന്നുമില്ല, പെൻഷനോ ചികിത്സയുടെ പൈസയോ ഒന്നുമില്ല. ഹസ്ബൻഡിനും ഒന്നുമില്ല, ജോലിയൊന്നും ചെയ്യാനുള്ള അവസ്ഥയില്ല. ജൂഡ് ഒരു ദിവസം നിറച്ച് ഭർത്താവിനെ അടിച്ചു. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ലൈൻമാനാണ്. തിരുവല്ലത്താണ് വർക്ക് ചെയ്യണത്.
അവൻ ഒരു ദിവസം അതിൽ ഞാൻ രാവിലെ വൈകുന്നേരം കൊതുകുതിരി വാങ്ങാൻ പോയി ആളിനെ വീട്ടിനകത്ത് കയറ്റിയിട്ട് ഭാര്യയും കൊച്ചുമോളെയും ശാഷാറിയെയും എല്ലാവരും കൈ പിടിച്ച് കെട്ടി വെച്ചിട്ട് അടിച്ചിട്ട് ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇവരെ ചെകിട്ടിൽ അടുപ്പിച്ചിട്ട് അത് ശരിക്കും വിഷമമായി പുള്ളിക്ക് അടിച്ചിട്ട് പിന്നെ കേസ് ഊറ്റിയെടുത്ത് തലമണ്ട അടിക്കാൻ പോയതും കേസ് ഊറ്റി കയ്യിൽ നിന്ന് വഴുതി അവിടെ നിന്ന് കുട്ടികൾ ദേഹത്ത് വീണപ്പോൾ കുട്ടികൾ കിടന്ന് കരഞ്ഞത് കേട്ടാണ് ഞാൻ കൊതുകുതിരി വാങ്ങാൻ പോയി ആളായി അവിടെ ഏതോ വീട്ടിൽ അടി നടക്കണമെന്ന് വിചാരിച്ചേ പുള്ളിയെ അടിച്ചെന്ന് വിചാരിച്ചില്ല. പുറത്തോട്ട് ചെന്ന് നോക്കിയപ്പം പുള്ളിയാണ് നിൽക്കണം. ഞാൻ പിന്നെ എന്ത് പറ്റി? അപ്പോൾ ഇവർ കേൾക്കണം ഞാൻ ചുമ്മാ റോട്ടിൽ പോയി ആളിനെ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചപ്പം അപ്പം അതിനൊരു മറുപടിയും പറയാതെ പിടിച്ച് ഞാൻ പറഞ്ഞു ഇനി ഒന്നും വാങ്ങണ്ട വീട്ടിൽ കയറി വരാൻ പറഞ്ഞു. വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവന് വയ്യാതെ അപ്പോഴങ്ങ് ശരിക്കും ക്ഷീണമായി പുള്ളി കിടന്ന് സന്ധ്യയായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു സന്ധ്യയ്ക്ക് പറഞ്ഞു വിട്ടെ നീ ഇത്രയും വർക്ക് ചെയ്യുന്ന ഞാൻ വിജിലൻസിൽ ബുക്ക് ബൈൻഡിങ് ആണ് ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്ത് വന്നിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടെ. അപ്പം നീ ഇത്രയും വർക്ക് ചെയ്യല്ലേ നീ വിജിലൻസിലെങ്കിലും വിളിച്ച് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടർ സാറിനെ വിളിച്ച് സാറ് പറഞ്ഞു ഇവിടെ ഇപ്പോൾ പോലീസില്ല. ഞാൻ കരമ്പനയ്ക്ക് വിളിച്ച് ഞാൻ സാറേ കരമ്പനയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങളെ ബാധിയെ പ്രതിയാക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് വിടണ്ട എന്ന് പറഞ്ഞു. അത് സാരമില്ല ഞാൻ പറഞ്ഞുകൂടാ എന്താണ് ഇവിടെ നടക്കണമെന്ന് പറയണേ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഓടി ജീപ്പ് കൊണ്ടുവന്ന് അവൻ്റെ ഗേറ്റിനകത്ത് ഇട്ടിട്ട് 2 പോലീസ് വന്ന് കിടന്ന ആളിൻ്റെ ഉടുപ്പിൻ്റെ കോളറിനെ വലിച്ചു പിടിച്ച് ഇവിടുന്ന് കറ അവൻ്റെ വീട്ടിൻ്റെ നട വരെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു സാറേ ഒരു കുറ്റവും ചെയ്യാത്ത ആൾ ഞാൻ വിളിച്ച് പരാതി പറഞ്ഞ പ്രകാരം വന്ന ആൾ സാറ് എൻ്റെ ആളിനെ പിടിച്ചുകൊണ്ട് പോകുന്ന അടിക്കാൻ സാറിൻ്റെ തൊപ്പി ഞാൻ 24 മണിക്കൂറിനകത്ത് താഴെ വെപ്പിക്കുക എൻ്റെ ആളിനെ വിട്ടിട്ട് പോക്കോണമെന്ന് പറഞ്ഞപ്പം കൈ വിട്ടിട്ട് അടിച്ചു ആ റോഡിലിട്ട് അടിച്ചത്. അത് എനിക്ക് ഒരുപാട് വിഷമം. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളെ പോലീസ് ഉപദ്രവിക്കുന്നത് ഒരുപാട്. അതുകൊണ്ട് പോലീസ് ഒരു സഹായവും കരമന പോലീസ് തന്നെയാണ്. പശുവിന് കുത്തുള്ള ഒരു SI ആണ് വന്നിട്ട് നിറച്ച് പശുവിന് കുത്തുണ്ട് നല്ല ഹൈറ്റും ഉണ്ട്. ആ സാറാണ് വന്ന് കോളർ പിടിച്ചുകൊണ്ട് പോയത്. അത് കഴിഞ്ഞ് ഒരു ദിവസം 8 മണിക്ക് ഞാൻ വയ്യാതെ ഇരിക്കുകയാണ്. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു മോൻ പുറത്തിറങ്ങിയിട്ട് അവനെ നോക്കാനായിട്ട് ഇറങ്ങിയപ്പം 3 പോലീസ് വേഷം മാറി വെള്ള ഡ്രസ്സിലാണ് വന്നത്. ജാത്തിയിരിക്കണമെന്ന് ഞാൻ കണ്ടില്ല. ശ്യാമളയുടെ വീട്ടിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഊരി മാറ്റിയിട്ട് പിന്നെ കാക്കി ഡ്രസ്സിൽ വന്ന് എൻ്റെ അനി ഇവിടെ ഇരുന്ന് പൂ കെട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയായിരുന്നു കൊച്ചും ഞാനും കൂടെ. അകത്ത് കയറി വന്ന് ആദ്യം എൻ്റെ അനിയനെ കയറി അടിച്ചിട്ട് ഇവരെ പിടിച്ചിറക്കി നിറച്ചടിച്ചു. എന്നെ അടിച്ച് കുട്ടിയെ അടിച്ചു. കാരണം എന്തിനു ചോദിച്ചപ്പം ഒന്നും പറഞ്ഞില്ല. എന്തിനാണ് ഞങ്ങളെ വേടിയേറി അടിക്കണേ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ശരിക്കും അടിച്ചിട്ട് ഞാൻ നിന്ന് എൻ്റെ തലയിൽ ലാത്തിയിട്ട് അടിച്ച് തല പൊട്ടി ഇങ്ങനെ ഒഴുകായിരുന്നു ബ്ലഡ്. നൈറ്റ് മൊത്തം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇവിടുന്ന് ഒരു ഓട്ടോയിൽ പെട്ടെന്ന് പോയി ആശുപത്രിയിൽ. പരാതിപ്പെടണം ആരോടെ പരാതിപ്പെടണോ? പോലീസിൻ്റെ പരാതി വിട്ട പോലീസ് തിരിച്ച് നിങ്ങളെ പ്രതിയാക്കുകയല്ലേ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഈ പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോയാൽ പിന്നെ ഞാൻ പോയി കളക്ടർ ഇവിടെ വനിതാ കമ്മീഷനിലും വനിതാ സെല്ലിലും കൊടുത്തു. വനിതാ സെല്ലിൽ കൊടുത്തപ്പോൾ സെല്ലിൽ പോയപ്പോൾ ഇവരുടെ കള്ളപ്രമാണമൊക്കെ വനിതാ സെല്ലിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് അവിടെ ഒരു സാറ് പിറ്റേ ദിവസം വിളിച്ചിട്ട് അമ്മയുടെ വസ്തുക്കളെല്ലാം കള്ളപ്രമാണം ചെയ്ത് വെച്ചിരിക്കണം, എൻ്റെ ഇരിക്കണം. അമ്മ നല്ലൊരു അഡ്വക്കേറ്റിനെ കൊടുത്ത് അമ്മ ഈ വസ്തുക്കൾ തിരിച്ചെടുക്കണം. അമ്മയെ കള്ളം പറ്റിക്കുക, എല്ലാവരും അമ്മയെ കള്ളം പറ്റിക്കുകയാണെന്ന് അവിടെ ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ കൂടെ പറഞ്ഞു. വനിതാ സെല്ലിന് പോയി. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ വനിതാ കമ്മീഷനിലും വനിതാ സെല്ലിലും ഒക്കെ ഞാൻ പേപ്പർ കൊടുത്തു. പോലീസിലൊന്നും ഞാൻ കൊടുത്തില്ല. കയ്യൂക്കും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തും നടക്കും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവരുടെ ഈ ദുരിത ജീവിതം. തങ്ങൾക്ക് സ്വന്തമായുണ്ടായിരുന്ന 1 ഏക്കർ 84 സെൻറ്റ് ഭൂമിയിൽ കൂടുതലും നഷ്ടപ്പെട്ടു. കോടതി വിധിച്ച 22 സെൻറ്റ് ഭൂമിയെങ്കിലും തങ്ങൾക്ക് കിട്ടണമെന്നും ഇവിടെ ഒരു കൂര പണിയണമെന്നും തങ്ങളുടെ സുഖമില്ലാത്ത മകനെ ഇവിടെ സുരക്ഷിതമായി താമസിപ്പിക്കണം എന്നുമാണ് ഈ പാവപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം. പക്ഷേ ജനപ്രതിനിധികൾ പോലും ഇവരോടൊപ്പം നിൽക്കുന്നില്ല എന്നതും ഇവരെ വക്കാലത്തേൽപ്പിച്ച വക്കീലന്മാർ പോലും ഇവരെ ചതിച്ചു എന്നുള്ളതും
നമുക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. നീതിക്ക് വേണ്ടി ഇവർ മുട്ടാത്ത വാതിലുകളില്ല. ഞങ്ങളെ ഇവിടെ എത്തിച്ച സിറ്റി ന്യൂസ് ഇന്ത്യയിലെ ശ്രീകുമാർ, കരമന നെടുങ്കാട് വാർഡ് കൗൺസിലർ ശ്രീ കരമന അജിത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പല ജനകീയ വിഷയങ്ങളിലും ഇടപെട്ട് നീതിപൂർവം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. എന്തായാലും ശ്രീ കരമന അജിത്തിൻ്റെ ഇടപെടലിൽ ഇവർക്ക് നീതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുടെ ചെറുതിരിവട്ടം ഞങ്ങളുടെ ഉള്ളിലുമുണ്ട്. എന്തായാലും ഈ പാവങ്ങൾക്ക് നീതി കിട്ടട്ടെ. ഇവർക്ക് നീതി കിട്ടുന്നതുവരെ DNA ന്യൂസും സിറ്റി ന്യൂസ് ഇന്ത്യയും ഇവരോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പോടുകൂടി ഞങ്ങൾ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ് താൽക്കാലികമായി. ക്യാമറാമാൻ ജെയിൻ ശിവൻസിനൊപ്പം സുമേഷ് മാർക്കോപോളോ, DNA ന്യൂസ്.